മോശം മോശം മോശം. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെയും പുതുമയോ? എന്താണെന്ന് അപ്പുറത്തെ വിനുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് വെറും പെൺകൊന്തനായി പോയി. അങ്ങോട്ട് പോവാനേ പറ്റുന്നില്ല. ഇപ്പം ചേച്ചിയുടെ അടുത്ത് രണ്ട് കൊച്ചു വർത്തനം പറയാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമല്ലോ. ഇന്ന് പോയപ്പോണ്ട് അവൻ പരിസര ബോധമില്ലാതെ ചോറ് ഇങ്ങനെ കുഴച്ചുരുട്ടി ഇവിടെ അവിടെ ആക്കിയത്തോട് വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെയും പുതുമയോ? നമ്മളും കല്യാണം കഴിഞ്ഞതാണേ പെൺകൊണ്ടൻ. അതൊക്കെ പൊടുന്ന് വെക്കാം. ആ പെണ്ണില്ലേ, ആ പയ്യനെ പേര് പറഞ്ഞാൽ വിളിക്കാറ്. അത് മാത്രമല്ല കേട്ടോ, ആ പോടാന്നൊക്കെ വിളിക്കും. നമ്മുടെ വീടിന്റെ അപ്പുറത്തല്ലേ വീട്, അവിടെ ഇങ്ങനെ അത് കാത് കുറിപ്പിച്ചാൽ കേൾക്കാവുന്നതേ ഉള്ളൂ. ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ ചേട്ടൻ തന്നെ വിളിക്കണം. അന്തസ്സുള്ള ആണുങ്ങൾ ഭാര്യയെ കൊണ്ട് ചേട്ടാൻ വിളിപ്പിക്കും. ഇത് വേറെ കിഴങ്ങൻ. മെനഞ്ഞാന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോഴില്ലേ, ആ പെണ്ണിന് ജോലി ഉണ്ടല്ലോ, അവള് രാവിലെ പോകും, ഇവന് ഉച്ചയ്ക്ക് ശേഷമാണ് പോവേണ്ടത്. അപ്പം നോക്കിയപ്പോൾ അടുക്കളയിൽ കിടന്ന് പാചകം. അമ്മായിയമ്മയും വരുമ്പോഴും അകത്തിരുന്ന് പൊട്ടിച്ചിരി. അയ്യോ, നമ്മളവിടെ നിന്ന് പറഞ്ഞു കേൾവി പോലും ഇല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവൻ. നമ്മളെ കുടുംബത്തിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലേ? ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് അവളെ റെഡിയാക്കി കൊണ്ടങ്ങ് വിടും. എന്നിട്ട് ഉച്ചയ്ക്ക് അവനും പോകും. അയ്യോ, എന്റെ കിച്ചുമോനാണെങ്കിൽ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് വിഷമം തന്നെ. കല്യാണത്തിന് മുമ്പേ ഒരു ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരക്കും കൂട്ടുകാരന്മാരെ തമ്മിൽ എല്ലാം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം അതൊക്കെ നിർത്തി. അവർക്ക് ഇഷ്ടമില്ല കൊടുവന്റെ മണം. മരുമോൾ എവിടെയെന്ന് എന്ന് ചോദിച്ചാലും ഗിരേച്ചി പറയും, അവളെ വീട്ടിൽ പോയിടിന്ന്. അവള് മാത്രമല്ല, കൂടെ അവനും പോകും. അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഗിരേച്ചിക്കും കൊടുക്കണം അടി. അവരെന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവരാണ് എല്ലാത്തിനും സപ്പോർട്ട്. ഇത് പറയുമ്പോ അവരുടെ മുഖത്തെ പുഞ്ചിരി കാണണം. അവനും അവളും കൂടെ പോയിടിയെന്ന് പറയുമ്പോ എന്റെ കിച്ചുവെങ്ങാനും ആയിരിക്കണം. 2 പാത്രം ആക്കും ഞാൻ. ഓ ശരി എന്റെ പൊന്നുമോനെ, മാക്കു. എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ? എന്റെ പൊന്നു ദൈവമേ. ചേച്ചി, ഞാൻ ആ പയ്യനോട് അറിയാമെന്ന് ചോദിച്ചു. മക്കളെ വിനു, നീ എന്തിനാണ് എപ്പോഴും അവളെ കൂടെ അവളെ വീട്ടിൽ പോയി നിൽക്കണേന്ന് അവനങ്ങോട്ട് തുടങ്ങി. എന്റെ അടുത്ത്, എന്റെ ഭർത്താവ് പോലും എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അവൻ പറയണേ, ചേച്ചിക്ക് ചേച്ചിയുടെ കുടുംബക്കാരെ നോക്കിയാൽ പോലെ എന്തിനാണ് കണ്ടവരെ കാര്യത്തിൽ പോയി ഒളിഞ്ഞു നോക്കി തലയിടുന്നത്? ഞാനങ്ങ് ഇല്ലാണ്ടായി. ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. സാധാരണ ഒരു നാട്ടുകാരൻ നിലയിൽ അതെന്റെ കടമയില്ലേ ചേച്ചി ചോദിക്കേണ്ടത്? അത്രയേ ചോദിച്ചോളൂ. നമ്മളല്ലേ ആ കുടുംബക്കാരുടെ ബന്ധമേ നിർത്തി. അവൻ വെറും പെങ്കോന്തൻ. ഓ, എന്റെ കിച്ചുമലെങ്ങാനും ആയിരുന്നു ഞാൻ തൂങ്ങിച്ചെത്താൻ മതി. ശരി, ഞാൻ പോയിട്ട് വരാം.